പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. നാനാവിധ രോഗികളെ കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷന് വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടനെന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ്, അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ്, ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ്, പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും
നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാറ പൊട്ടിക്കണ തിരി വെക്കത്തില്ലേ? ഇപ്പം വേറെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ തിരിയാണ് വെക്കണത്. തിരി വെച്ചിട്ട് ഒരുത്തൻ തീ കൊടുത്തിട്ട് ഓടിക്കളയും. ഇപ്പം തിരി വെടിമരുന്ന് എവിടെയെല്ലാം വെച്ചിട്ടുണ്ട്, പാറ തുരന്ന് അതെല്ലാം പൊട്ടിപ്പിളർന്ന് വലിയ പൂങ്കാരത്തോട് ഭൂമി കുലുങ്ങി ആ പ്രദേശം മുഴുവൻ. അതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ചിലർക്ക് പാറമടയ്ക്ക് ലൈസൻസ് കിട്ടുമെന്ന് പറയുമ്പോൾ ചില വീട്ടുകാർ കേസിന് പോണതാണ്. ഇപ്പോൾ അതിനേക്കാളൊക്കെ വളരെ സോഫ്റ്റായിട്ടുള്ള കുറേ മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ചില സ്ഥലത്ത് ഓർക്കുകയെ, ഈ ഉടമ്പടി എന്ന് പറയുന്ന ഉടമ്പടിക്ക് ശരിക്കും ഈ തിരി വെച്ചതും ഉടമ്പടിക്ക് മരുന്ന് വെച്ച് തീ വെച്ചതും ആദ്യം പത്രോസാണ്. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്യാതിരിക്കണതിൽ നല്ലതെന്ന്. അങ്ങനെ ചോദിച്ചില്ല, ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി ചെയ്യാതിരിക്കണതിൽ നല്ലതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചില്ല. പക്ഷെ അതിന് വേറെ ഒരു കാര്യമാണ് ചോദിച്ചത് പത്രോസ്. എന്നാ ചോദിച്ചത്? മത്തായി 19:10 പറഞ്ഞെടുത്തേ. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തൃബന്ധം, ഉടമ്പടിയാണല്ലോ വിവാഹം, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അതാണ് ചോദിക്കുന്നത്. ഉടമ്പടി ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഉടമ്പടി, ചിലരൊക്കെ പറയത്തില്ല ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ലേ ഭേദമെന്ന്. എൻ്റെ മക്കളെ, അത് ഭേദമല്ല. ശരിക്കും ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ചില സ്ഥലത്ത് ഓർക്കുകയും, ചില ആൾക്കാരെ 55 വയസ്സുള്ള ആൾക്കാരൊക്കെ സാക്ഷ്യം പറയുമ്പോഴേ അവരിത്രയും നാൾ ക്രിസ്ത്യൻസായിട്ട് ജീവിച്ചതല്ലേ. ചിലർ 60 വയസ്സുള്ള ആൾക്കാർ വന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അവർ ഞെട്ടിത്തരിച്ചാണ് പറയണത്. 60 കൊല്ലം ജീവിച്ചിട്ട് കിട്ടാത്ത അനുഭവമാണ് വെറും 6 ദിവസം കൊണ്ട് കിട്ടുന്നത്. അതാണ് ഉടമ്പടി ഇപ്പോഴും ഇന്ന് നല്ല മഴയാണ് ഇവിടെയൊക്കെ. പക്ഷേ ഉടമ്പടി നിറച്ച ആളാണ് കൃപാസനത്തിൽ. സാക്ഷ്യം പറയാനും ഉടമ്പടി പുതുക്കാനും ഇതായിട്ട് ഉടമ്പടി എടുക്കാനും ഒക്കെ ആളാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഉടമ്പടി ജീവിതത്തെക്കുറിച്ചൊരു ഐഡിയ, പണ്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എന്താണ്, ഉടമ്പടി ഒരു ജീവിത രീതിയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അത് കാരണം ആൾക്കാർ ശരിക്കും പുതുക്കുന്നുണ്ട്. എന്താ കാര്യം? ഉടമ്പടി ഉടനടി അനുഭവം കിട്ടുന്നത് മാത്രമല്ലല്ലോ, അത് ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുകയല്ലേ. അപ്പോൾ വിശ്വസ്തയോടെ വരാൻ വേണ്ടി ചിലർക്ക് ഇത്തിരി സമയമെടുക്കും. അപ്പോഴേ കർത്താവ്, പക്ഷേ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് തോന്നിയ ഉടമ്പടി സിമ്പിളാണ്. നമ്മൾ ആ ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ചിട്ട് ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ശരിക്കും നമുക്ക് ഇൻസെൻറ്റീവ് തരും. അതാണ് ഈശോ പറയണത്, ഭാര്യ ഭർത്താവ് ബന്ധം അല്ല ഉടമ്പടി ജീവിതം ഇത്തിരി പാടാണെങ്കിൽ ഉടമ്പടി എടുക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. അതല്ല സംഭവം. കൃപ ലഭിച്ചവരാണെങ്കിൽ ഇത്രയും ചോദ്യം ചോദിക്കത്തില്ലെന്നാണ് ഈ പറയണത്. അതിൻ്റെ ഒരു മേക്കപ്പ് അങ്ങനെയാണ് കിടക്കണത്. ഇത് ഉടമ്പടിക്ക് കൃപ ലഭിച്ചവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. കൃപ ലഭിക്കാത്തവരാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ എനിക്കാവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. അതല്ലേ പ്രാർത്ഥിക്കേണ്ടത്.
അല്ല, ഉടമ്പടിയെ അല്ല നമ്മൾ സംശയം നോക്കേണ്ടത്. കർത്താവേ, ഉടമ്പടി ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം ഉടമ്പടിയുടെ നിയോഗം നിറവേറാമെന്നല്ല, ഉടമ്പടി ജീവിക്കാൻ കർത്താവേ ആവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. ഉടമ്പടി ജീവിക്കാൻ, എല്ലാ ഘട്ടങ്ങളിലും ഉടമ്പടിയിലാണെന്നുള്ള ബോധത്തോടു ജീവിക്കാൻ അതിനാവശ്യമായ കൃപയാൽ എന്നെ നിറക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. 2020 ഫെബ്രുവരി 24 ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചായിരുന്നു ഞാൻ ആദ്യമായിട്ട് വെച്ചത്. എൻ്റെ അന്നൊക്കെ പറഞ്ഞേക്കെ എഞ്ചിനീയറിംഗ് എന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ജോലിയില്ല എന്നൊരു സംസാരം. ഇവൾക്കാണ് എഞ്ചിനീയറിംഗ് ആണ് ഇഷ്ടം. അങ്ങനെ പിള്ളേരുടെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചു. ഫസ്റ്റ് വെച്ച 6 ഉടമ്പടി വെച്ചതിൽ എനിക്ക് 5 കാര്യങ്ങൾ സാധിച്ചു. ഫസ്റ്റ് ഉടമ്പടി ഏറ്റവും അസാധ്യമായ കാര്യം വെക്കണം എന്ന് അച്ഛൻ എപ്പോഴും പറയും. ഞാൻ ഏറ്റവും അസാധ്യമായ ഒരു കാര്യം വെച്ചു, അത് മാത്രം എനിക്ക് സാധിച്ചിട്ടില്ല. അത് ചിലപ്പോൾ എന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ നിലനിർത്തി കൊണ്ടുപോകാനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും സാധിച്ചു. പിന്നെ എൻ്റെ ഭർത്താവ് 25 വർഷമായിട്ട് ഡയബറ്റിക്കാണ്. അങ്ങനെ ഈയിടെ കാലിലൊരു ചെറിയ കമ്പ് കൊണ്ടിട്ട് കാലിലൊരു ഊണ്ടുണ്ടായി. അത് പഴുത്ത് വലിയൊരു കുഴിയായി, വ്രണമായി. ഹോസ്പിറ്റലിൽ പോയി, അല്ലാതെ കുഴിഞ്ഞ് വലിയൊരു കുഴിയായി മാറി. ഞങ്ങളെല്ലാം പേടിച്ച് പോയി, കാലം അങ്ങനെ എന്താവുമെന്ന് ഓർത്ത്. ഇവിടുന്ന് കൊണ്ടുപോയി ഉടമ്പെടുത്താലും ഞാൻ എന്നും കുരിശ് വരയ്ക്കുമ്പം പരട്ടി 1.5 മാസം കൊണ്ട് ആ ഊണ്ട് നല്ല ഉണങ്ങി, നല്ല ഹീലായി. ആ സമയത്ത് അതുപോലെയുള്ളതൊക്കെ 1 വർഷമായിട്ട് പോലും ഉണങ്ങാത്തവരുണ്ട്. വെച്ചാൽ എൻ്റെ കാല് നല്ല ഉണങ്ങി, നല്ല വൃത്തിക്ക് ഉണങ്ങി. അതുപോലെ പിന്നീട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 4 മക്കളുണ്ട്. അതിൽ 4ാമത്തെ മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾക്ക് 11 വയസ്സ് വരേണ്ട കോമ്പല് 13 വയസ്സായിട്ടും കോമ്പല് വന്നിട്ടില്ല. അങ്ങനെ കോമ്പല് ഡോക്ടർ എടുത്ത്, അത് കാണിക്കാനല്ല, വേറൊരു പല്ലിന് കേടായിട്ട് പോയതാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു കോമ്പല് പോയില്ലേ, ഇല്ലയെന്ന് പറഞ്ഞു. ഡോക്ടർ എക്സ്റേ എടുത്തു. അതെന്നേരം എന്നിട്ട് പറഞ്ഞു അത് നല്ലോണം തിരിയുന്നില്ല, വായയുടെ ഫുൾ എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഫുൾ എക്സ്റേ എടുത്തിട്ട് വന്നു. എന്നിട്ട് ഡോക്ടർ നിന്നിട്ടും ക്ലിയർ ഇല്ല, സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തു വന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് പല്ല് കോമ്പല് രണ്ടും കൂടെ വളഞ്ഞ് ഫ്രണ്ടിലെ പല്ലിൻ്റെ അങ്ങോട്ടായിരിക്കുന്നത്. ഇതിപ്പോൾ സർജൻ ഓപ്പൺ ചെയ്ത് ഇത് പിന്നെ കമ്പി കൊണ്ട് വലിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അത് 3 വർഷത്തെ ട്രീറ്റ്മെൻറ്റാണ്. എന്നിട്ട് ഇത് സക്സസ് ആവുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല, അങ്ങനെ നോക്കാം നമുക്കെന്ന് പറഞ്ഞു. ഞാൻ അതിന് നല്ല ഭാരിച്ച തുകയുമാവും. ഞാൻ പിന്നെ പിള്ളേരുടെ പഠിത്തമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ അല്ല, പിന്നെ ആട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇതെന്നും കുരിശ് വൈകുന്നേരത്തെ സന്ധ്യപ്രാർത്ഥന കഴിയുമ്പോൾ ഈ തൈലം തൊട്ട് അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോളുടെ ആ പല്ല് ഒരു ഓപ്പറേഷനോ ഒന്നും കമ്പിയിടൊന്നും കൂടാതെ ആ പല്ലിപ്പം സാധാരണ പോലെ ആ പല്ല് വന്നു. ഇപ്പോൾ എൻ്റെ മോളുടെ ആ പല്ല് ഫുള്ള് പുറത്ത് വന്നു, ഒരു കുഴപ്പമില്ല. പിന്നെ പിള്ളേർ രണ്ടും ബിടെക്കും ബിഫാമിനും പിള്ളേർ പിന്നെ ഒരുമാതിരി പഠിക്കുന്ന പിള്ളേരായിരുന്നു. പക്ഷേ അവരാ പല്ലിലും അപ്പുറത്ത് എൻ്റെ ബിടെക്കിന് പഠിക്കുന്ന മോളാണെങ്കിൽ അവരുടെ ക്ലാസ്സിൽ 3ാം സ്ഥാനത്തുണ്ട്. അത്രയ്ക്ക് നന്നായിട്ട് പഠിച്ച് നല്ല ഡിസ്റ്റൻസിനോട് പാസ്സായി. ഒരു സപ്ലി ഇല്ല. എല്ലാ പിള്ളേരും സപ്ലി ഇങ്ങനെ കേൾക്കുന്ന അച്ഛൻ തന്നെ പറഞ്ഞ് കേട്ടുണ്ട്, 20 സപ്ലി ആയ പിള്ളേരുടെ കാര്യമൊക്കെ. അപ്പോൾ ഞാൻ സപ്ലിയൊക്കെ അടിച്ചാൽ വീണ്ടും പൈസ കൊടുത്ത് എക്സാം എഴുതിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. സപ്ലിയൊക്കെ അടിച്ച് ജോലിയും കിട്ടാതെ വന്നെങ്കിലും അത് ഭയങ്കരമാണ്. പക്ഷേ എൻ്റെ മക്കൾ 2 പേരും നന്നായിട്ട് പഠിച്ച് ഒരു സപ്ലി ഇല്ല, ഡിസ്റ്റൻഷനോടെ ഇപ്പോൾ പാസ്സായി. ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. എൻ്റെ മക്കൾക്ക് ഒരാൾക്ക് ഇറങ്ങി 2 ആഴ്ച സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയില്ല. അന്നേരത്തേക്ക് അവൾക്ക് ജോലി കിട്ടി. പിന്നെ ബിടെക് കഴിഞ്ഞ് അവൾക്ക് ഇപ്പോൾ 2 മാസമായി, അവൾക്കും ജോലി കിട്ടി. ഞങ്ങൾ സന്തോഷമായി. അതുപോലെ എൻ്റെ മക്കൾ അത്രയ്ക്കും നന്നായിട്ട് പഠിച്ച് ഇത്ര ഇതിൽ വന്നപാടെ ആ ഒപ്പമുള്ള പിള്ളേർക്ക് ആർക്കും തന്നെ ജോലിയായില്ല, അവർക്ക് വന്നപാടെ ജോലി. എൻ്റെ മാതാവ് കൂടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ലഭിച്ചതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. പിന്നെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നുണ്ടായിരുന്നു. ഞാൻ 3-4 പ്രാവശ്യം പോയി പൊട്ടിപ്പൊളിഞ്ഞ് വന്നു. പിന്നെ എൻ്റെ മനസ്സങ്ങ് എടുത്തു പോയായിരുന്നു. ഇവിടെ ഞാൻ നന്നായിട്ട് എടുക്കും, അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുകയില്ല. അങ്ങനെ ഞാൻ വേണ്ടാന്ന് തന്നെ വെച്ചാൽ പിന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് നീ പോകുന്ന ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞാൻ ആരോടും പറഞ്ഞില്ല, വീട്ടിൽ പറയാതെ പോകാൻ ഞാൻ തീരുമാനിച്ചു. അന്നേരം ആരോടും പറയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ എതിലേ പോയെന്ന് വിചാരിക്കുകയല്ലേ. അവിടെ ഒരു മോളോട് മാത്രം ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാതെ ഞാൻ ഇനി ഇത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ആരോടും പറയുള്ളത്. ഞാൻ പോയി എൻ്റെ മോളോട് മാത്രം പറഞ്ഞ് ഞാൻ പോയി. ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ പാസ്സായി. ഞാൻ വീട്ടിലത് വേറെ എനിക്ക് എൻ്റെ ഒരു മോൾക്കും മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. ഇവിടെ വന്ന് പറഞ്ഞതിന് ശേഷം വീട്ടിൽ പറയാമെന്ന് ഓർത്തുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ആ ലൈസൻസ് കാരുണ്യ
കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന ഭക്ഷണം, പിന്നെ ഈ കോളനിയിലൊക്കെ ഞാൻ ഇടയ്ക്ക് ഭക്ഷണം കൊണ്ടേ കൊടുക്കും, പിന്നെ വസ്ത്രമൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ദിവസം എല്ലാവരും പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികൾക്ക് ഭക്ഷണം കൊടുത്തെന്ന് കേട്ടോണ്ട് ഞാനൊരു ദിവസം എൻ്റെ മോളോട് വന്ന് ഞാനിങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. രാവിലെ ഞാൻ ഇത് ഭക്ഷണമൊക്കെ ആക്കി പള്ളിയിൽ പോയി വന്ന് ഭക്ഷണവും ആക്കി എല്ലാം ആക്കി ഞാൻ പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ 1.5 മണിക്കൂർ വേണം അവിടുന്ന്. ഞാൻ ഈ ചോറും എല്ലാം ആക്കി ഞാൻ 12:30 മണിയായി അവിടെ എത്തുമ്പോൾ. അവിടെ ചെന്ന് ഞാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കൗണ്ടറിൽ ചെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയില്ല, നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ പെർമിഷൻ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. ചോദിക്കാൻ തന്നെ അവരുടെ അടുത്താക്കി. നേഴ്സിംഗ് സൂപ്രണ്ടിനെ ഞാൻ നോക്കിയിട്ട് കാണുന്നേ ഇല്ല. ലാസ്റ്റ് ഞാൻ അവിടെ നിന്നും അടുത്ത് ഞാൻ തിരിച്ച് വന്ന് ഇവരോട് പറഞ്ഞു കാണുന്നില്ല നേഴ്സിംഗ് സൂപ്രണ്ട്, ഞാൻ തിരിച്ച് പോകുകയെന്ന് പറഞ്ഞു. ഈ ഭക്ഷണവും പിന്നെ കിറ്റും ബാഗും എല്ലാം ആയിട്ട് ഞാൻ എടുത്ത് 10-30 പൊതി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായി. ഈ നട്ടുച്ച നേരത്തെ ഞാൻ വന്നിട്ട് ഇതും തിരിച്ചു പോയി, ഞാൻ ഇതെന്ത് കളയണമല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ച് ഞാൻ തിരിച്ച് പുറത്തിറങ്ങി. ഗേറ്റിന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലാദ്യം ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഒരു 5-6 പാരസെറ്റാമോൾ മേടിച്ചിട്ട് പോകാൻ, വീട്ടിലില്ലല്ലോ എന്നോർത്ത് ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ കയറി ക്യൂവിൽ നിൽക്കുമായി ഗുളിക വാങ്ങാൻ നിൽക്കുമ്പോൾ ഉണ്ട് ഒരു ചേച്ചി എൻ്റെ നേരെ വരുന്നു. അപ്പോൾ എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, എനിക്ക് ആളെ തിരിയുന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്രയും നല്ല പരിചയത്തിൽ ചിരിക്കുന്ന ആളോട് ഏതാണെന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത്, ഞാനും ചിരിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നാ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഗുളിക മേടിക്കാൻ നിൽക്കുകയെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നേർച്ച ഭക്ഷണമായിട്ട് വന്നതാ, ഒരു പൊതി തരട്ടെ എന്ന് ചോദിച്ചു. അന്നേരം 2-3 പൊതി എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. ഞാൻ 2-3 പൊതി കൊടുത്തു. എനിക്ക് അന്നേരം അത്ര സമാധാനമായി, 2-3 പൊതിയെങ്കിലും ആയല്ലോ. അപ്പോൾ എന്നോട് ഒന്ന് പാലിയേറ്റീവുകാർക്ക് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പാലിയേറ്റീവുകാർ അവിടെ എവിടെയാണ് എന്തോന്ന് എനിക്കറിയില്ലല്ലോ, ഇവർ വല്ല വഴക്കും പറഞ്ഞെങ്കിലോ എന്നോർത്ത് ഞാൻ ഇല്ല. എന്നിട്ട് ഞാൻ ആ ക്യൂ നിൽക്കുമ്പോൾ ഉണ്ടോ അവിടുന്ന് ഇവിടുന്നും എല്ലാം ആയിട്ട് ആൾക്കാരിങ്ങ് വന്ന് എൻ്റെ പൊതി മുഴുവൻ എൻ്റെ ഷോപ്പത് കാലിയായി. പിന്നെ നോക്കുമ്പോൾ ഒരു പൊതി ബാക്കി. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പോയി. ഞാൻ ഗുളികയും മേടിച്ചില്ല, ഒന്നും മേടിച്ചില്ല. ഞാൻ വേഗം അവിടുന്ന് ക്യൂവിൽ നിന്ന് ഇറങ്ങി ആ ഒരു പൊതിയും കൈപ്പിടിച്ച് പുറത്തിറങ്ങി. ഞാൻ റോഡിൽ വന്നപ്പോൾ ഒരു മീൻകാരി ഉണ്ടായിരുന്നു ഓപ്പോസിറ്റിൽ നിന്ന്. അപ്പം മീൻകാരി മോളെ മീൻ ഇതാന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാനങ്ങ് എടുക്കുന്നു, ചേച്ചി എനിക്ക് മീൻ വേണ്ട, ചേച്ചി ചോറുണ്ടില്ലെങ്കിൽ ഞാനൊരു ചോറും പൊതി അതാ ഞാനിങ്ങനെ നേർച്ച ഭക്ഷണം കൊണ്ടുവന്നാൽ തരട്ടേന്ന് ചോദിച്ചു. അങ്ങ് തന്നേക്കെന്ന് പറഞ്ഞു. ഞാൻ ആ പൊതിയും കൊടുത്ത് അവിടുന്ന് ബസ്സും കയറി ഞാൻ വീട്ടിൽ വന്നു. അങ്ങനെ എനിക്കത് അത് ഞാൻ ഫ്രീ ആയിട്ട് കണ്ടത് ഒരു മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലാതെ ഞാനറിയില്ല അവൻ അത്രയ്ക്കും പരിചയത്തോടെ എന്നെ ചിരിച്ച് കാണിക്കുന്നുണ്ടോ ഞാൻ ആരാന്നൊന്നും ചോദിച്ചുമില്ല. അങ്ങനെ എനിക്ക് വലിയ ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് സരസ്വതി, എൻ്റെ വീട് കൊരട്ടിയിൽ. ഞാൻ 2022 മെയ് മാസം 5-ാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് സ്വന്തമായി വീടും സ്ഥലവുമില്ല. 14 വർഷമായി ഞാൻ വാടക വീട്ടിൽ ഒരു മുറിയിൽ ഞാൻ താമസിക്കണം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അതിനകത്ത് കഴിഞ്ഞുകൂടിയത്. മാതാവിൻ്റെ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പോലും എനിക്കൊരു സ്ഥലമില്ലാണ്ട് ഞാൻ പുറത്ത് തണ്ടിയെ കെട്ടിയിട്ടുണ്ട്, അതിനകത്താണ് തിരി കത്തിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. മാതാവിനോട് ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് ചെന്നപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു ഇവിടെ അടുത്തൊരു 4 സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട്, നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞാൻ പോയി നോക്കി. 1.5 ലക്ഷം രൂപയാണ് സെൻറ്റിന് പറയുന്നത്. 6 ലക്ഷം രൂപയാവും. എൻ്റെ കയ്യിലൊരു പൈസയില്ല. ആകെ 3 പവൻ്റെ സ്വർണം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അത് വിറ്റാലെന്ത് കിട്ടും? അപ്പം ഞാൻ അടുത്തൊക്കെ വീട്ടു ജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെയൊക്കെ പറഞ്ഞ് അവരെല്ലാവരും സഹായിച്ച് 1 മാസം കൊണ്ട് എനിക്ക് സ്ഥലം മേടിക്കാൻ എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് വീട് എൻ്റെ മക്കൾ പഠിക്കുന്നത് കൊരട്ടി LF സ്കൂളിലാണ്. അവിടെ ഒരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് വീട് പണിത് കൊടുക്കണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്ന് അപേക്ഷ വെച്ചു. അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു 18 അപേക്ഷകളും കൂടെ കിട്ടിയിട്ടുണ്ട്, നിനക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരിക എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് ആ വീട് തന്ന് എന്നെ അനുഗ്രഹിച്ചു. സെപ്റ്റംബർ 29-ാം തീയതി ആയിരുന്നു വെഞ്ചിരിപ്പ്. 30-ാം തീയതി താക്കോല് തന്ന് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ വെള്ളവും കറണ്ടും കിട്ടാൻ താമസിച്ചു. അതുകൊണ്ട് ഞങ്ങൾ നവംബറിലാണ് വീട്ടിൽ താമസാക്കിയത്. നല്ലൊരു ഭവനം തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ ഇച്ചിരി പുറകോട്ടായിരുന്നു. അവനും SLCക്ക് തരക്കേടില്ലാത്ത മാർക്ക് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ചേച്ചിയുടെ മോൾക്ക്
യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്ന അസുഖമായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു. പ്രഷർ കൂടിയും കുറഞ്ഞും ആകെ നീര് വന്ന് വീർത്തും അങ്ങനെ ഇരുന്നു. ആ ഡോക്ടറെ കണ്ടപ്പോൾ കിഡ്നിയിൽ നിന്ന് കുത്തിയെടുത്ത് ബയോപ്സിക്ക് അയച്ച് ടെസ്റ്റ് വന്നു. ഇപ്പോൾ പറഞ്ഞു ഒരു കിഡ്നിക്ക് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട് എന്ന്. ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല അതിരിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പത്രങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ആരെ കണ്ടാലും എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ എല്ലാവരോടും ഞാൻ പറയും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക്